അമ്മയും അച്ഛനെയും മുത്തശ്ശിയൊന്നും വീണ്ടും കാണാൻ പറ്റുമെന്ന് ഞാൻ കരുതിയതല്ല. കാർ മരത്തിലേക്ക് ഇടിച്ചു കയറിയപ്പോൾ എല്ലാം അവിടെ കഴിഞ്ഞെന്നാണ് ഞാൻ വിചാരിച്ചത്. ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ചിന്ത അതായിരുന്നു. പിന്നീട് എനിക്ക് ഒന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. വേണ്ട വേണ്ട, ഇനി അതേപ്പറ്റിയൊന്നും പറയണ്ട. കഴിഞ്ഞത് കഴിഞ്ഞു. ഏതായാലും യാതൊരു കുറവുകളും ഇല്ലാതെ ജീവൻ തിരിച്ചു കിട്ടിയല്ലോ, അതുതന്നെ മഹാഭാഗ്യം. ജീവിതത്തിലെ കഷ്ടകാലങ്ങളൊക്കെ ഇതോടെ കഴിഞ്ഞു പോയെന്ന് കരുതിയ മതി മോനെ. അധികം നിൽക്കണ്ട, ആശുപത്രിയിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ. ഇവിടെ ഇരുന്ന് സംസാരിക്കാം. വാ ഗോപികെ, വന്നേ. ഞങ്ങൾക്കതിന് ഇപ്പോൾ വലിയ പ്രയാസങ്ങളൊന്നും ഇല്ല അച്ഛാ, അല്ലേ ഗോപിക? എന്തായാലും അച്ഛൻ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അങ്ങോട്ടിരിക്കാം. ഗോപിക വാ. അല്ല, ഹരിയെ നേരെ ഇങ്ങോട്ട് വിട്ടിട്ട് നിങ്ങളിത് എവിടേക്കാ പോയത്? ഞങ്ങള് ഗോപികയുടെ വീട്ടിലൊന്ന് കയറി. ദേവിക ചേച്ചിയെ കണ്ടൊന്ന് സംസാരിക്കണമായിരുന്നു. അല്ല, ദേവികയോട് എന്താ സംസാരിക്കാനുണ്ടായിരുന്നേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ വന്നിട്ട് പോയാൽ പോരായിരുന്നോ? അത്യാവശ്യമുള്ളൊരു കാര്യമായിരുന്നു അമ്മേ. എന്തത്യാവശ്യം? തുറന്നു പറയാം, ദേവികേച്ചിയും സിദ്ധുവേട്ടനും തമ്മിലുള്ള വിവാഹം നടക്കില്ല. ദയവ് ചെയ്ത് എന്റെ ചേച്ചിയുടെ ജീവിതം വെച്ച് നിങ്ങൾ പന്നാടരുത്. ഗോപിക, ചേച്ചിയുടെ അടുത്ത് ഞാനിത് പലവട്ടം ഫോണിലൂടെ പറഞ്ഞതാ. ചേച്ചിയുടെ തല കേറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ നേരിട്ട് ചേച്ചിയെ കാണാന്ന് കരുതി ഞാൻ അങ്ങോട്ട് ചെന്നത്. ഗോപിക, ഇത് ദേവികയായിട്ട് തന്നെ എടുത്ത തീരുമാനം. പിന്നെ നിനക്കെന്താ? ദേവികയും സിദ്ധുവും തമ്മിലുള്ള വിവാഹം നടന്നു എന്ന് കരുതി ദേവികയ്ക്ക് ഇവിടെ ഒരു കുറവും വരില്ല. അത് ഞങ്ങൾ പറയാതെ തന്നെ നിനക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അവൾ ഇവിടത്തെ ഗൃഹനാഥയായിരിക്കും. ഈ അവസ്ഥയിലുള്ള ഒരാളെ ഒരു സ്ത്രീ എങ്ങനെയാ ഭർത്താവായിട്ട് സ്വീകരിക്കുക? ഗോപികെ, നിന്റെ നാവടക്ക്. വാക്കുകൾ ഉപയോഗിക്കുന്ന സൂക്ഷിച്ചായിരിക്കണം. അമ്മേ, വന്നപ്പോ മുതൽ ഈ ഗോപിക എന്റെ അടുത്ത് പറയാ മലയെ കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ലെന്ന്. എനിക്ക് മലയെ തന്നെ കല്യാണം കഴിച്ചാൽ മതി അമ്മേ, വേറെ ആരും വേണ്ട. എനിക്ക് മലയെ തന്നെ കല്യാണം കഴിക്കണമേ, പറ. എനിക്ക് മലക മതി. ഗോപിക, നിന്റെ ചേച്ചി നല്ല മനസ്സോടെ സിദ്ധുവായിട്ടുള്ള കല്യാണത്തിന് സമ്മതിച്ചത്. അത് നീ കാരണം തടസ്സപ്പെട്ട പിന്നെ നിനക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല. നീ ഋഷിയുമായിട്ടുള്ള ഡിവോഴ്സിന്റെ കടലാസുകൾ വക്കീലിനെ കൊണ്ട് ഇവിടെ തയ്യാറാക്കി വച്ചിട്ടുണ്ട്. അതിൽ ഒപ്പിട്ട് തന്നിട്ട് നിനക്ക് ഇറങ്ങേണ്ടി വരും ഈ വീട്ടിൽ നിന്ന്. എന്താ, എന്ത് വേണമെന്ന് നീ തീരുമാനിക്ക. എന്റെ തീരുമാനം ഞാൻ പറഞ്ഞത് തന്നെ. ഗോപിക, നിർത്താൻ. ഞാൻ പറയുന്നത് നീ കേക്ക്. അത് നിർത്താനാ പറഞ്ഞത്. വരാൻ. ഗോപികെ, താൻ എന്തിനാണ്
അമ്മയും അച്ഛനെയൊക്കെ വിഷമിപ്പിക്കുന്ന വർത്താനം പറയാൻ പോയത്. ചേട്ടനെ പോലെ ഒരാളെ ഏതെങ്കിലും പെൺകുട്ടി വിവാഹം കഴിക്കുമെന്നൊക്കെ എന്തിനാ ചോദിക്കാൻ പോയത്? അതിലെന്താ തെറ്റ്? ഞാൻ ചോദിച്ചാൽ ശരിയല്ലേ? അങ്ങനെ ഒരു ചോദ്യം താൻ ചോദിക്കാൻ പാടില്ലായിരുന്നു. സത്യം പറയുമ്പോ അതിന് നേരെ മുഖം തിരിച്ചിട്ടോ മുഷിഞ്ഞിട്ടോ ഒരു കാര്യമല്ല ഋഷി. ഗോപിക, ഋഷി ഒന്ന് മനസ്സിലാക്കണം. മനഃപൂർവ്വം ആരെയും വിഷമിപ്പിക്കാൻ ഉദ്ദേശിച്ചല്ല ഞാനത് പറഞ്ഞത്. ചേച്ചിയുടെ ജീവിതത്തിന് യാതൊരു വിലയും ഇല്ലാത്ത തരത്തില് എല്ലാവരും ചേർന്ന് ആ ജീവിതം എടുത്ത് അമ്മാനമാടാൻ തുടങ്ങുന്നത് കണ്ടപ്പോ അറിയാതെ എന്റെ നാവിൻ തുമ്പിന്ന് വീണു പോയതാ ആ വാക്കുകള്. ഗോപിക, സിദ്ധുവേട്ടന് സംഭവിച്ചതുപോലൊരു ദുർവിധി ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. ആ നശിച്ച ആക്സിഡന്റ് സംഭവിക്കാതിരുന്നിരുന്നെങ്കിൽ സിദ്ധുവേട്ടൻ ഏത് നിലയിലെത്തേണ്ട ആളായിരുന്നു. തനിക്കറിയോ, ആക്സിഡന്റിന് മുമ്പ് സിദ്ധുവേട്ടനെ പോലെ സ്മാർട്ടായ ഒരു ചെറുപ്പക്കാരൻ ഈ നാട്ടിലെങ്ങും ഇല്ലായിരുന്നു. സൗന്ദര്യത്തിൽ മാത്രമല്ല, അത്രയ്ക്ക് ബ്രില്യൻ്റ് ആൻഡ് ടാലന്റഡ് ആയിരുന്നു സിദ്ധുവേട്ടൻ. അതുകൊണ്ട് തന്നെ ബിസിനസ് രംഗത്ത് പലർക്കും സിദ്ധുവേട്ടനോട് തികഞ്ഞ അസൂയായിരുന്നു. അങ്ങനെയുള്ള ആ മനുഷ്യനാണ് ഇപ്പോ കൊച്ചു കുട്ടികളെ പോലെ. ഗോപിക, ദേവിക ചേച്ചിയുമായി കല്യാണം ഉറപ്പിച്ചതിന് ശേഷമുള്ള ഏട്ടന്റെ സന്തോഷം താൻ കണ്ടില്ലേ? ആ സന്തോഷം കണ്ടപ്പോഴാണ് എന്റെ മനസ്സ് ഇടറിപ്പോയത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ എന്റെ ഏട്ടനെ ഇത്ര സന്തോഷവാനായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. മാലാക വരുമെന്ന പ്രതീക്ഷയിൽ എല്ലാം മറന്ന് ആഹ്ലാദിക്കുന്ന ഏട്ടന്റെ മുഖം ഓർമ്മിക്കുമ്പോ സാധിക്കുന്നില്ല ഗോപിക. ഈ കല്യാണം വേണ്ടെന്ന് അച്ഛനോടും അമ്മയോടും മുത്തശ്ശിയോടൊക്കെ പറയാൻ എനിക്ക് സാധിക്കുന്നില്ല. ഓഹോ, അപ്പൊ എന്റെ കൂടെ നിക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഋഷി മാറുകയാണല്ലേ? വേണ്ട, ആരും എന്റെ ഒപ്പം നിക്കണ്ട. പക്ഷേ എന്റെ തീരുമാനത്തിൽ നിന്ന് ഞാൻ പിന്മാറില്ല. ദേവികേച്ചിയും സിദ്ധുവേട്ടനുമായിട്ടുള്ള വിവാഹം നടത്താതിരിക്കാനുള്ള എല്ലാ വഴികളും ഞാൻ ആലോചിച്ചോളാം. എല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം. എന്ത് തന്നെയായാലും ഈ വിവാഹം ഞാൻ മുടക്കിയിരിക്കും. എന്ത് തന്നെയായാലും സിദ്ധാർത്ഥനും ദേവികയും തമ്മിലുള്ള വിവാഹം നടക്കാൻ പാടില്ല. അത് നടന്നാ നമ്മൾ പെടും. മനസ്സിലാക്കിയിടത്തോളം ദേവിക ബുദ്ധിയുള്ള പെണ്ണ. സിദ്ധുവിന്റെ ബുദ്ധിക്കുറവൊക്കെ അവള് ഭംഗിയായി ബാലൻസ് ചെയ്തോളും. അങ്ങനെയുള്ള ഒരുത്തി അവന്റെ ഭാര്യയായി ഈ വീട്ടിൽ കയറി വന്നാൽ അവള് പെണ്ണ. ഒരു സൈഡിൽ നിന്ന് അവള് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ നമ്മളെ രണ്ടാളെയും കിടത്തി മൂടാൻ കഴിയുന്ന കുഴിയായി മാറും. അത് നമുക്ക് കൂടുതൽ ചെകഞ്ഞ് ബുദ്ധിമുട്ടേണ്ടി വരില്ല. അവളുടെ കയ്യിലിരിക്കുന്ന പെൻഡ്രൈവ് ഒന്ന് ഓപ്പൺ ചെയ്താൽ മാത്രം മതി. സകല തെളിവും അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയല്ലേ. ഓ ദൈവമേ, ഇനി അവൾ അതങ്ങനെ ഓപ്പൺ ചെയ്ത് കണ്ടിട്ടുണ്ടാവോ? ഉണ്ടാവോ? അങ്ങനെ അവൾ ആ രഹസ്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ ഇനി ഭൂമിയിൽ വച്ചേക്കാൻ പാടില്ല. തീർക്കണം. കൊന്നു കുഴിച്ചു മുടണം അവളെ. അവള് പെൻഡ്രൈവ് ഓപ്പൺ ചെയ്ത് കണ്ടിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് പോരെ കൊല്ലലും കുഴിച്ചുമുടലും ഒക്കെ. അത് മതി. ആദ്യം നമുക്ക് ആ കല്യാണം മുടക്കാൻ നോക്കാം. അതെങ്ങനെ മുടക്കും? ഒരു കണക്കിന് ഗോപിക ഈ കല്യാണത്തിനോട് വിയോജിച്ചിടഞ്ഞു നിൽക്കുന്നത് വളരെയധികം നല്ലതാ. അവളെ നമുക്ക് യൂസ് ചെയ്യാം. അതുകൊണ്ട് നീ ഇനി അധികം അവളോട് ഉടക്കാൻ നിൽക്കണ്ട. മാത്രമല്ല അവളുമായിട്ട് നല്ലൊരു അടുപ്പം ഉണ്ടാക്കുകയും വേണം. അവക്കിവിടെ ഗ്രൗണ്ട് സപ്പോർട്ട് കുറവാ. ആ കുറവ്
രഹസ്യമായി നമ്മൾ പരിഹരിച്ചു കൊടുക്കണം. ആ അത് ഞാൻ ഏറ്റു. ഹലോ അഞ്ജിതേ. അബേട്ടൻ ഉറങ്ങിയോ? ഇല്ല, ഉറങ്ങാൻ പോന്നേ ഉള്ളൂ. അഞ്ജു പറഞ്ഞോ. അതെ, നാളൊരു വിശേഷമുണ്ട്, അത് പറയാനാ വിളിച്ചത്. എന്ത് വിശേഷം? എന്ത് വിശേഷമായിരിക്കും? വെറുതെ ഒന്ന് ഗസ് ചെയ്യാവോ? നോ ഐഡിയ. ഒരു ഐഡിയയും കിട്ടുന്നില്ല അഞ്ജിത. ഒരു ഐഡിയയും കിട്ടുന്നില്ലേ? എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ബർത്ത്ഡേ ആണോ? കറക്റ്റ്. നാളെ എന്റെ ബർത്ത്ഡേയാ. എന്റെ അഭിയേട്ടന് വേണ്ടി ഈ അഞ്ജിത കുട്ടി പിറന്നു വീണ ദിവസം. കൊള്ളാലോ. എനിവേ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. പക്ഷെ ബർത്ത്ഡേ വിഷിലൊന്നും ഒതുക്കാൻ പറ്റില്ല. പിന്നെന്ത് വേണം? അത് ഞാനാണോ പറയണ്ടേ? എന്താ വേണ്ടെന്ന് വെച്ചാ ചോദിച്ചോ. ഒരു ഗിഫ്റ്റ് ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതാണോ? അത് ഞാൻ തരാലോ. അപ്പോ ഞാനത് പ്രതീക്ഷിച്ചോട്ടെ? ഷുവർ. അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കാം. എന്തായിരിക്കും അബേട്ടൻ എനിക്ക് തരാൻ പോകുന്ന ഗിഫ്റ്റ്? അത് സർപ്രൈസാ. കാണുമ്പോ അറിഞ്ഞാ മതി. ശരി അഭേട്ട. എന്തായിരിക്കും ഗിഫ്റ്റ്? എന്തായാലും വിലപിടിപ്പുള്ള എന്തെങ്കിലും ആയിരിക്കും. മുഖവരെയൊന്നും വേണ്ട, പറയാനുള്ളത് പറഞ്ഞു. ഞാൻ പറയുന്ന കേട്ടിട്ട് എന്നോട് കലി തുള്ളാൻ നിൽക്കരുത്. കാര്യങ്ങൾ സംയമനത്തോടെ മനസ്സിലാക്കണം. നിങ്ങൾ വിഷയം എന്താണെന്ന് പറ. തുറന്നു പറയാം. ഭദ്രൻ ആ വീട്ടിലേക്ക് വരുന്നതില് എനിക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. അന്ന് എന്റെ മോളുടെ വിവാഹം മുടങ്ങിയതില് എനിക്ക് പ്രതികാരം ചെയ്യണമെന്നുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഭദ്രനെ വിളിച്ചു വരുത്തിയത്. ഓ, അത് ശരി. പക്ഷേ എന്റെ മോളുടെ വിവാഹം പൊന്നാരം തോട്ടത്തെ അഭിഷേകമായി നടത്തണം. ഒരിക്കൽ മുടങ്ങിപ്പോയ മോളുടെ വിവാഹം ദൈവമായിട്ട് കൊണ്ടുവന്ന രണ്ടാമത്തെ അവസരമാ. ഇതൊരിക്കലും പാഴാക്കാൻ പറ്റില്ല. പക്ഷെ ഇത് നടക്കണമെങ്കിൽ ദേവികയും സിദ്ധാർത്ഥം തമ്മിലുള്ള വിവാഹം നടക്കണം. ആ വിവാഹം നടന്നാൽ മാത്രമേ എന്റെ മോക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവൂ. അതിനിപ്പോ ഞാനെന്താ വേണ്ടത്? ദേവി ഇത് ഭദ്രൻ ഇനി ഞങ്ങളെ ഉപദ്രവിക്കരുത്. അയ്യോ, അതെ, നിങ്ങളുടെ മോൾ അഭിഷേകിനെയോ ആരെ വേണമെങ്കിലും വിവാഹം കഴിക്കട്ടെ, അതൊന്നും എന്റെ വിഷയമല്ല. പക്ഷേ ദേവിക, അവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും. ആരുടെ ചോരയെ ഞാൻ വീഴ്ത്തും. വേണ്ടി വന്ന സിദ്ധാർത്ഥനെ ആനന്ദിനെ ഒരുമിച്ച് വീഴ്ത്തും. ഭദ്ര, അറിയാലോ അല്ലേ ഭദ്രൻ ഇതൊന്നും പുത്രിയല്ലെന്ന്. ദേവിക എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാവണം. അല്ലെങ്കിലേ വേറെ ആരും അവളെ വിവാഹം കഴിക്കാൻ വരാത്ത രീതിയിൽ ചീത്തപ്പേരുണ്ടാക്കാൻ എനിക്കറിയാം. ഭദ്ര, ഞാൻ നിന്റെ കാല് പിടിക്കാം. വേണ്ട വേണ്ട, എണീക്കാൻ. നിങ്ങളുടെ അഭ്യാസം എന്റെ അടുത്ത് വേണ്ട, കേട്ടല്ലേ? നിങ്ങൾ നല്ല ഒന്നാം തരം അവസരവാദിയാണ്. സ്വന്തം കാര്യം നടത്താൻ വേണ്ടി ഏത് മാർഗവും സ്വീകരിക്കും. അതിപ്പോ എനിക്ക് മനസ്സിലായി. കാല് വാരുന്ന സ്വഭാവം കൊണ്ട് നിങ്ങളിനി എന്റെ മുന്നിൽ വരരുത്. വന്നാൽ
ഋഷിക്കുണ്ടായ ആക്സിഡന്റിന് പിന്നിൽ നിങ്ങളാണെന്ന് എല്ലാവരും അറിയും. അബി, എങ്ങോട്ടോ അബി? അത് ഞാനൊന്ന് പുറത്തേക്ക് പോയേട്ടാ. പുറത്തേക്ക് പോവാണോ? എന്നാ ഞാൻ വരട്ടെ. ഏട്ടനെന്തിനാ വരുന്നേ? അബി, എനിക്കെന്നെ മലയെ കാണണം അബി. ഈ രാത്രിയിലോ? എനിക്കിപ്പൊ തന്നെ കാണണം. രാത്രിയിൽ മാലയൊക്കെ കണ്ട എന്താ പ്രശ്നം? അല്ല, അത് നാളെ മാലാക്കി കണ്ടാ പോരെ? പറ്റില്ല, എനിക്ക് ഇപ്പൊ തന്നെ കാണണം. നാളെ കാണണ്ട, എനിക്ക് ഇപ്പൊ തന്നെ കാണണം. കാണണം അബി, പറ. ഈ രാത്രി തന്നെ വേണോ? വേണം വേണം, എനിക്കിപ്പൊ തന്നെ പോണം. എനിക്കിപ്പൊ തന്നെ പോണം. ഏട്ടാ, ഏട്ടൻ ഇപ്പൊ നല്ല കുട്ടിയായിട്ട് പോയി കിടന്നുറങ്ങ. മാലാക്കി ഞാൻ നാളെ കാണിച്ചു തരാം. അയ്യോ, പറ്റില്ല, അതൊന്നും പറ്റില്ല. എനിക്കിപ്പൊ തന്നെ കാണണം. എനിക്കിപ്പൊ തന്നെ മാലയെ കാണണം. എനിക്ക് മാലയൊക്കെ കാണണം അബി. അബി, എനിക്കിപ്പൊ തന്നെ മലയെ കാണണം അബി. പ്ലീസ് എന്നെ കൊണ്ടോ അബി, എന്നെ കൊണ്ടോ. എന്നെ ഇപ്പൊ തന്നെ കൊണ്ടുപോ. ശരി, ബഹളം വെക്കണ്ട, കൊണ്ടുപോവാം. എന്നെ കൊണ്ടുപോ. ആ, കൊണ്ടുപോവാന്ന് പറഞ്ഞില്ലേ? ഏയ് ഏട്ടാ, എന്റെ പൊന്നേട്ടാ, ബഹളം വെച്ച ആളെ കൂട്ടല്ലേ. നമുക്ക് രഹസ്യമായിട്ട് വേണം ഇവിടുന്ന് പോവാൻ. ശരി, എന്നാ ഒച്ച ഉണ്ടാക്കാതെ കൂടെ വന്നേ. അല്ല, അബി എങ്ങോട്ടാ പോണെന്ന് എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. ഞാനും ഏട്ടന്റെ മാലാക്കയുടെ വീട്ടിലേക്കാ. അബി എന്തിനാ എന്റെ മാലാക്കയുടെ വീട്ടിൽ പോണേ? അത് എന്റെ മാലാക്കെ കാണാൻ, അഞ്ജിതെ കാണാൻ. ഓ, അപ്പൊ അഞ്ജിതെ കാണാൻ പോവാണോ? അതെ, ഞാനും അഞ്ജിതെ കാണാൻ പോവാ. കള്ള, എന്നിട്ടാണ് എന്നെ കൂട്ടാണ്ട് പോണല്ലേ? സോറി ഏട്ടാ. അല്ല, ഇതെന്താ അബി? ഇത് അഞ്ജിതയ്ക്ക് കൊടുക്കാനുള്ള സമ്മാനമാ. ഡയമണ്ട് റിംഗ്. പക്ഷെ എനിക്ക് എന്നെ മാലയ്ക്ക് കൊടുക്കാൻ എന്തെങ്കിലും സമ്മാനം വേണ്ടേ? അതിനെന്താ, പോകുന്ന വഴിക്ക് ഏട്ടൻ ഇഷ്ടപ്പെട്ട സമ്മാനം മാലാഖയ്ക്ക് വേണ്ടി നമുക്ക് വാങ്ങാം. എന്താ, ഓക്കെ അല്ലേ? എന്നാ പിന്നെ ശബ്ദം ഉണ്ടാക്കാതെ വേണം നമുക്കിവിടുന്ന് പോവാൻ. ആരും കാണാൻ പാടില്ല. ആ, പതുക്കെ വാ. വാ. ആ, നീയേ ഈ ടെഡി ബിയറും കൊണ്ട് അവളുടെ വീടിനകത്ത് സൂത്രത്തിൽ കയറണം. എന്നിട്ട് ആരുടെയും കണ്ണിൽ പെടാതെ ദേവികയുടെ ഡ്രസ്സിംഗ് ടേബിളിന്റെ അടുത്ത് ഇത് വെക്കണം. ശരി, ഡ്രസ്സിംഗ് ടേബിളിന്റെ മുകളിൽ ഇങ്ങനെ. അല്ല സാറേ, ഈ പാവെന്തിനും ഇത്ര രഹസ്യമായിട്ടാ കൊച്ചിന്റെ റൂമിൽ കൊണ്ടുവെക്കുന്നേ? ഇപ്പോഴെങ്കിലും നീ അത് ചോദിച്ചല്ലോ. നീ എന്തായാലും ചോദിക്കാത്തെന്ന് കരുതിയിരിക്കായിരുന്നു ഞാൻ. അല്ല, ഞാൻ ചോദിച്ചാ സാറ് വഴക്കുറയുമെന്ന് വിചാരിച്ചു, അതാ ചോദിക്കാൻ. എന്നാ കേട്ടോ, ഞാൻ പറയാം. എടാ, ഇത് വെറും പാവയല്ല, ഇതിന്റെ കണ്ണുകളിൽ ഞാൻ ഒളിക്യാമറ വെച്ചിട്ടുണ്ട്. അതെന്തിനാ സാറേ? മോഹൻലാലിന്റെ പടം പിടിക്കേ. എടാ, എന്തിനാ ഒളിക്യാമറ വെക്കുന്നേ? ദേവികയുടെ ഡ്രസ്സിംഗ് ടേബിളിന്റെ മുകളിൽ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞ എന്തിനാ? ഓ, മനസ്സിലായല്ലോ. എന്നാ ഇതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ ചെയ്യും. ശരി. എടാ, നിക്ക്. അതെ, ക്യാമറ എന്റെ ഫോണുമായിട്ട് കണക്ട് ആവുന്ന ചെക്ക് ചെയ്യട്ടെ. ഓക്കെ, ഇനി വെക്കോ. പറഞ്ഞു മറക്കണ്ട, ഡ്രസ്സിംഗ് ടേബിളിന്റെ മുകളിൽ ഇങ്ങനെ. ഓക്കെ.
ആ അഞ്ജിതയുടെ കല്യാണം നടക്കുന്നതില് എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇവൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഇവക്ക് പൊന്നാരൻ തോട്ടത്തെ മരുമകളാകാനുള്ള ഭാഗ്യം കിട്ടി. പക്ഷെ ഒരു വശത്ത് ചിന്തിക്കുമ്പോ എനിക്ക് വല്ലാത്ത വിഷമം തോന്നുക. അമ്മ എന്തിനാ വിഷമിക്കുന്നേ? ഇവള് പോയാ പിന്നെ എനിക്ക് ആരാടാ ഉള്ളത്? ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ അമ്മേ? നിങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഇവക്ക് പകരം ആവില്ലല്ലോ. ഞങ്ങള് രണ്ടുപേരും ഒരു കൂട്ടിലെ കിളികളെ പോലെയല്ലേ ഇവിടെ കഴിഞ്ഞിരുന്നേ? അതേത് കിളി? എടാ, ഞാൻ ഇവിടെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോ നീ തമാശ പറയരുത് കേട്ടാ. അമ്മ പറയാമേ.